രോഗികളുണ്ട്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നാം അയാളെ സംബന്ധിച്ച് പറയും ഹീസ് എ സക്സസ്ഫുൾ ഡോക്ടർ എന്ന്. ഒരു അഭിഭാഷകൻ ഒരുപാട് കേസുകളുണ്ടെങ്കിൽ നാം ആ അഭിഭാഷകനെ സംബന്ധിച്ച് പറയും ഹീസ് എ സക്സസ്ഫുൾ ലോയർ എന്ന്. ഒരു ബിസിനസ്സുകാരൻ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നാം പറയും ഹീസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന്. എന്നാൽ അയാൾ ഒരു പിതാവ് എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു പുത്രൻ എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു സഹോദരി എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു പൗരൻ എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, എല്ലാത്തിനും ഉപരിയായി പ്രപഞ്ചനാഥന്റെ മുമ്പിൽ അയാൾ ഒരു പരാജയമാണ് എങ്കിൽ നമുക്ക് അയാൾ വിജയിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വിജയിച്ച വ്യക്തികളായി തീരാൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹ്രസ്വമായ സമയം മാത്രമേ ഉള്ളൂ. പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് 30 മിനിറ്റുള്ളൂ. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും. എവിഡൻസ് ബേസ്ഡ് ഫെയ്ത്ത് എന്ന ഈ സെഷൻ തുറന്ന ചോദ്യോത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും സൈഡിൽ മൈക്ക് പോയിൻറ്റ്സ് ഉണ്ട്, കോഡ്ലെസ് മൈക്ക് ഉണ്ട്. നിങ്ങളവിടെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് വരും. ആളുകളുടെ പ്രാതിനിധ്യം അനുസരിച്ച് 2 ക്വസ്റ്റ്യൻസ് ബോയ്സിനും 3rd ക്വസ്റ്റ്യൻ ഗേൾസിനും പോകും. അസ്സലാമു അലൈക്കും. ഞാൻ സക്കരിയ, ബിടെക്കാണ്. 7-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ അറബികൾക്ക് വേണ്ടി മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു നിയമം ഇന്നും ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ അനുസരിക്കണമെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും പറയുന്നതിൽ എന്താണ് പ്രസക്തി? 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമം 21-ാം നൂറ്റാണ്ടിലെ ആളുകൾ അനുസരിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണോ അല്ലയോ? 2 ഇസ്ലാമിക നിയമങ്ങളുടെ പ്രസക്തി. 40-ാം വയസ്സ് വരെ ചരിത്രമോ ശാസ്ത്രമോ സാഹിത്യമോ നിയമമോ ചരിത്രമോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത വ്യക്തി 40-ാം വയസ്സിൽ ഹീറ ഗുഹയിൽ നിന്നും പുറത്തു വന്ന ശേഷം അന്നത്തെ അറബി സാഹിത്യകാരന്മാരെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അറബി സാഹിത്യത്തിൽ സംസാരിക്കുന്നു. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്ത വ്യക്തി, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ബീജത്തെയും അണ്ടത്തെയും, ബീജവും അണ്ടവും കൂടിച്ചേർന്നുള്ള സിക്താണ്ഡത്തെയും സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന അടിസ്ഥാന കോശങ്ങളെയും സംബന്ധിച്ച് പറയുന്നു. ശാസ്ത്രവിജ്ഞാനം 4 അരികത്തുകൂടി പോയിട്ടില്ലാത്ത വ്യക്തി പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെയും പരമാണുവിനെയും ഗുരുത്വാകർഷണ ശക്തിയെയും എല്ലാം സംബന്ധിച്ച് പറയുന്നു. സാഗരങ്ങളുടെ ആഴങ്ങളിലുള്ള അഗാധമായ അന്ധകാരത്തെ സംബന്ധിച്ച് പറയുന്നു. നിയമം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി മനുഷ്യ സമത്വം, നിയമത്തിൻ്റെ മുൻപിലുള്ള സമത്വം, അങ്ങനെ ഒട്ടേറെ നിയമങ്ങളെ സംബന്ധിച്ച് പറയുകയും 1948 ഐക്യരാഷ്ട്രസഭ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ സാർവദേശിക പ്രഖ്യാപനത്തിലൂടെ ഇതെല്ലാം അനശ്വര നിയമങ്ങളായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു. താൻ ഈ ഭൂമിയിൽ വന്ന് പിറക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞുപോയ പട്ടണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയും ഈ പട്ടണങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം സാറ്റലൈറ്റിലൂടെ ലഭിക്കുന്നു. അദ്ദേഹം ഈ ഭൂമിയിൽ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെങ്കടലിൽ മുങ്ങി മരിച്ച ഫിർഔൻ എന്ന ക്രൂരനായ ഏകാധിപതിയായ ഭരണാധികാരിയുടെ മൃതശരീരം വരും തലമുറകൾക്ക് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് കിങ്സ് വാലിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യുന്നു. നാം എന്ത് മനസ്സിലാക്കണം? ഈ വ്യക്തി പറയുന്നത് ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ ഗ്രന്ഥമാണ് എന്ന്. ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും പറയുമ്പോൾ, അന്നത്തെ ലോകമഹാശക്തിയായ റോമിലെ ഹെറാക്ലിയസിന്റെ പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിലേക്ക് പ്രവാചകന്റെ കഠിന ശത്രുവായ അബൂ സുഫിയാനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ ചക്രവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുഹമ്മദിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്ന്. അപ്പോൾ അബൂ സുഫിയാൻ സമർപ്പിച്ച സാക്ഷ്യപത്രം എന്തായിരുന്നു? മുഹമ്മദ് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, കരാർ ലംഘനം നടത്തിയിട്ടില്ല.
ഈ വ്യക്തി പറയുന്നത്, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും പറയുന്ന ഈ വ്യക്തി പറയുന്നത്, ഇതെന്റെ വചനങ്ങളല്ല, പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന്റെ വചനങ്ങളാണ് എന്ന്. ഖുർആൻ സ്രഷ്ടാവിന്റെ വചനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒട്ടേറെ തെളിവുകൾ വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്നുണ്ട്. ഒരുപാട് കാലഘട്ടത്തിന് 23 വർഷങ്ങൾക്കിടയിൽ അവതീർണമായിട്ടും വൈരുദ്ധ്യങ്ങളുടെ അഭാവത്തിലൂടെ, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭാഷാ ശൈലിയിലൂടെ, ശാസ്ത്ര വസ്തുതകൾ അത് പറഞ്ഞിരിക്കുന്നത് ആധുനിക ശാസ്ത്രവുമായി യോജിക്കുന്ന കാര്യങ്ങളിലൂടെ എല്ലാം ഖുർആന്റെ മാനുഷികത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ഒരു കാര്യം തന്നെ പറഞ്ഞു തരാം. നഹൽ എന്ന അധ്യായത്തിൽ തേനീച്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വ ഔഹാ റബ്ബുക ലന്നഹലി അൻ തഹ്വി മിനൽ ജിബാലി ബുയൂതൻ വ മിനശ് ശജരി വമിമ്മാ യരിശൂൻ. തേനീച്ചക്ക് അല്ലാഹു ബോധനം നൽകുന്നു, നീ കൂടുണ്ടാക്കുക മലകളിലും മരങ്ങളിലും മനുഷ്യർ പാർക്കുന്നിടങ്ങളിലുമെല്ലാം എന്ന്. ഇവിടെ തേനീച്ചയുടെ കൂടുകൾക്ക് പ്രത്യേകതകളുണ്ട്. 5 അറകളാണുള്ളത്. തേൻ ശേഖരിക്കാനുള്ള സ്റ്റോറേജ് സെല്ല്, ആൺ തേനീച്ചകൾക്കുള്ള ബ്രൂഡ് സെല്ല്, പെൺ തേനീച്ചകൾക്കുള്ള വർക്കേഴ്സ് സെല്ല്, ആൺ തേനീച്ചകൾക്കുള്ള ഡ്രോൺ സെല്ല്, രാജ്ഞിക്കുള്ള ക്വീൻ സെല്ല്. പണിയെടുക്കുന്നത് മുഴുവനും പെൺ തേനീച്ചയാണ്. ആൺ തേനീച്ച രാജ്ഞിയുമായി ബന്ധപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. 1973 ശാസ്ത്രലോകം ഇതെല്ലാം മനസ്സിലാക്കുന്നത് എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ ലെറ്ററിലൂടെ, വേർഡിലൂടെയല്ല, വാക്കിലൂടെയല്ല, അക്ഷരത്തിലൂടെ അത് ഉണർത്തുകയാണ്. ഇത്തഹദ് എന്ന് വെച്ചാൽ ഒരു ആണിനോടുള്ള കൽപ്പനയാണ്, ഇത്തഹദി എന്ന് വെച്ചാൽ ഒരു പെണ്ണിനോടുള്ള കൽപ്പനയാണ്. ഇവിടെ അനിത്തഹദി എന്നതാണ്. ദി എന്നൊരു ലെറ്ററിലൂടെ ഖുർആൻ പറയുന്നു കൽപ്പന പെൺ തേനീച്ചയോടാണ് എന്ന്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, മിൻ ബുത്തൂനിഹാ ശറാബ്, അതിൻ്റെ ഉദരത്തിൽ പാനീയമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആണിന് നാം ഹു എന്നാണ് ഉപയോഗിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് ഹ എന്നാണ് ഉപയോഗിക്കുന്നത്. മിൻ ബുത്തൂനിഹാ ശറാബ്, ഹ എന്ന ഒരൊറ്റ ലെറ്ററിലൂടെ, ഒരു അക്ഷരത്തിലൂടെ ഖുർആൻ അതിൻ്റെ മാനുഷികത ബോധ്യപ്പെടുത്തുകയാണ്. ആ മാനുഷികത ഒരുപാട് വശങ്ങളുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ സീഡികളെല്ലാം ലഭിക്കും. മറ്റൊന്ന് ഖുർആനിക നിയമങ്ങളാണ്. ഖുർആനിലെ നിയമത്തിൻ്റെ ഏത് നിയമമാണ് ഈ നൂറ്റാണ്ടുമായി യോജിക്കാത്തത്? ഏത് നിയമമാണ് യോജിക്കാത്തത്? ഏകനായ ആരാധന കർഹനേകനായ സ്രഷ്ടാവ് മാത്രമാണെന്ന തത്വം ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? മനുഷ്യ ദൈവങ്ങളുടെ അടുത്ത് പോകണമോ, ഖബറുകളുടെ അടുത്ത് പോകണമോ? ഏറ്റവും പ്രസക്തമായതാണ് ആരാധനകർഹനേകനായ സ്രഷ്ടാവ് മാത്രമെന്നത്. രണ്ടെല്ലാം സ്രഷ്ടാവാണ് സൃഷ്ടിച്ചതെന്ന് ഖുർആൻ പറയുന്നു. ഇന്നത്തെ ആധുനികമായിട്ടുള്ള ശാസ്ത്ര കാഴ്ചപ്പാടുകൾ അനുസരിച്ച് പരിണാമവാദം മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സൃഷ്ടിവാദം, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടിവാദം ഒരിക്കലും കാലഹരണപ്പെട്ടതല്ല. മറ്റൊന്ന് ഖുർആൻ പറയുന്ന പ്രാർത്ഥനാ രീതികൾ. 5 നേരം നാം നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പുഴയിൽ പോയി ഒരാൾ 5 നേരം കുളിച്ചാൽ ദേഹത്തൊരു അഴുക്കുണ്ടാകില്ല എന്ന്. മാനസികമായി അസ്വസ്ഥം ബാധിച്ച ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആശ്വാസം മനസ്സിലാക്കിയാൽ പ്രാർത്ഥനയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാം. ഇനി സക്കാത്ത്, സദക്ക, ദാനധർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ജനങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം കഴിയുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിൽ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഹേ മനുഷ്യരെ, നിങ്ങളൊരു പുരുഷൻ